1201 ആണ്ട് ധനുമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് 16-12-2025 മുതൽ 14-1-2026 വരെയുള്ള ഒരു മാസഫലങ്ങളാണ് ധനുക്കൂറിൽ ജനിച്ചവർക്കുള്ള. അതായത് മൂലം നക്ഷത്രവും പൂരാട നക്ഷത്രവും ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ. ധനുക്കൂറിന് ഇപ്പം കണ്ടകശനി കാലമാണ്. അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ വന്നേക്കാം. മനോവിഷമം, ദമ്പതിമാർ തമ്മിൽ വഴക്കും പിരിഞ്ഞു മാറി താമസിക്കലുമൊക്കെ ഉണ്ടാകാം. ധനനഷ്ടം വരാം, കലഹം വരാനുള്ളൊരു സാധ്യതയുണ്ട്. നാൽക്കാലികളെ വളർത്തി ഉപജീവനം നടത്തുന്നവർക്ക് ധാരാളം ലാഭം പ്രതീക്ഷിക്കാം. ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമായ ഒരു സമയമാണ്. അവരുടെ അധ്വാനത്തിന് തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടുന്നൊരു സമയവും കൂടിയാണിത്. രോഗങ്ങളും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭേദമാകാം. ശത്രുക്കളുടെ ഉപദ്രവം കുറയാം. ധനലാഭം ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ചില സമയത്ത് അത് അനുഭവിക്കാനുള്ള യോഗം ഇല്ലാത്തൊരവസ്ഥയും വരണതിന് സാധ്യതയുണ്ട്. ബുദ്ധിസാമർഥ്യം വില പോകാത്ത ചില സന്ദർഭങ്ങളിൽ യുക്തിപൂർവം ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. സൽക്കർമ്മങ്ങൾ ഫലിക്കാത്ത അവസ്ഥ വരാം. അത് ജാതകം പരിശോധന നടത്തിയാലേ കൂടുതൽ അത് പറയാൻ സാധിക്കൂ. ഓരോ നക്ഷത്രക്കാരുടെയും തരംതിരിച്ചാണ് പറയുന്നത്. മൂലം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 2.5 വയസ്സ് വരെ ഉള്ളവർക്ക് മോശം കാലമാണ്. പല രോഗങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 20 വയസ്സ് വരെ ഉള്ളവർക്ക് തടസ്സങ്ങളില്ലാണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് പോകാം. തടസ്സങ്ങൾ വരുമെന്ന് തോന്നുമെങ്കിലും തനിയെ തടസ്സങ്ങൾ മാറാം. അതെല്ലാം മാറിപ്പോകാം. ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാം. ചില രോഗങ്ങൾ പ്രയാസപ്പെടുത്തുമെങ്കിലും അതൊന്നും വിദ്യാഭ്യാസത്തെ ബാധിക്കുകയില്ല. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ചെലവുകൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ധനപരമായ അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലവുകൾ ചുരുക്കുക, വിനോദങ്ങൾ കുറയ്ക്കുക, കടം കൊടുക്കുന്നത് നിർത്തുക, കടം വാങ്ങിക്കുന്നതും നിർത്തുക, പ്രസൻറ്റേഷൻ കൊടുക്കുന്നതും നിർത്തുക, പാർട്ടികൾ മറ്റുള്ള സൽക്കാരങ്ങളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക. അതായിരിക്കും നല്ലത്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ആ സാമ്പത്തിക അച്ചടക്കം അതേപടി തുടർന്നു പോയവർക്ക് ഈ കാലയളവിൽ ധാരാളമായ ധനലാഭം പ്രതീക്ഷിക്കാം. വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കാം. ശാരീരികമായും മാനസികമായും ആരോഗ്യം ലഭിക്കാം. സ്വന്തമായി ഭൂമിയും വീടും വാഹനവും വാങ്ങുന്നതിന് സാധിക്കുന്നു. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ വേണ്ടി വന്നേക്കാം. വയറ് സംബന്ധിച്ച് വയറിലെ അവയവങ്ങൾ സംബന്ധിച്ചാണ് സർജറി വരുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് മുതലായവയ്ക്ക് ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാം. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ബുദ്ധിശൂന്യത ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഒരു കാര്യങ്ങൾ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരാം. ഏത് കാര്യവും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അനുഭവ സമ്പത്തുള്ളവരുമായി അത് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരോട് വേണം അത് ചർച്ച ചെയ്യുവാൻ. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കാം. മനസമാധാനവും ഐശ്വര്യങ്ങളും ഒക്കെ ലഭിക്കാം. ബുദ്ധിശൂന്യത മാറിക്കിട്ടാം. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി സുഖജീവൻ നയിക്കുന്നതിനും സാധിക്കുന്നു. അടുത്ത പൂരാടം നക്ഷത്രക്കാർക്കുള്ളതാണ് അടുത്ത് പറയുന്നത്. 15 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലുകൾ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നടക്കാം. അച്ഛനും അമ്മയും കൂടി വഴക്കിട്ട് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് രണ്ടുപേരും പിരിഞ്ഞു താമസിക്കുകയോ ചെയ്തേക്കാം. അല്ലെങ്കിൽ ബന്ധം വേർപെടുത്തുകയോ ചെയ്യാം. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വാത്സല്യം ഒരാളിൽ മാത്രം ചുരുങ്ങിയെന്നും വരാം. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരാം. ധനനഷ്ടം വരാം. സ്വന്തം നാട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ധനം, ധാന്യം എല്ലാം ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. വിദ്യാഭ്യാസം ലക്ഷ്യത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാനും സാധിക്കുന്നു.
31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് അത്യാവശ്യമായി ചില സർജറികളോ മറ്റു ചികിത്സകളോ വേണ്ടിവരാം. തീപ്പൊള്ളൽ, ഇലക്ട്രിസിറ്റി ഷോക്ക് എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നതിനാൽ സൂക്ഷിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. ജീവിതത്തോട് വെറുപ്പും നിരാശയും തോന്നാം. ചില രോഗങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ബുദ്ധിപരമായി ചെയ്യേണ്ടത് യുക്തി കൂടി ചേർത്ത് വേണം പ്രവർത്തിക്കേണ്ടത്. വിഷബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശരീരത്തിന് ചതവ്, ഒടിവ്, മർദ്ദനം എന്നിവ വരുന്നതിനും അതുമൂലം ഒരു സർജറി നടക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഒരു ചെറിയ രീതിയിൽ അംഗവൈകല്യം വരാനും സാധ്യതയുണ്ട്. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കഷ്ടതകൾക്ക് ആശ്വാസം ലഭിക്കുന്നു. വളരെ നേട്ടങ്ങൾ ലഭിക്കുന്നു. ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നു. ആത്മീയത കൈവരിക്കുവാൻ സാധിക്കുന്നു. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മോശ സമയമാകുന്നു. അപവാദം കേൾക്കാം. ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നേക്കാം. വിദേശവാസം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ഉത്രാടം നക്ഷത്രക്കാരുടെയാണ് അടുത്ത് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ല സമയമാണിത്. കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വസ്തുവകകളോ വീടോ ലഭിക്കാം. പുതിയ വീട്ടിൽ താമസമാകാം. ചിലർക്ക് ആസ്മ, ശ്വാസം മുട്ടൽ മുതലായവ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവരിൽ ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വന്നേക്കാം. പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അശ്രദ്ധയും മോശമായ കൂട്ടുകെട്ടലും നിമിത്തം പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ ഉണ്ടായെന്ന് വരാം. മാനസികമായ പിരിമുറുക്കം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പല ആപത്തുകളും ഉണ്ടാകാം. മാനസിക സംഘർഷം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാകാതെ ശ്രദ്ധിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് അച്ചടക്ക ജീവിതം, സാമ്പത്തിക അച്ചടക്കം നയിച്ചവർക്ക് ഈ കാലഘട്ടം സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുന്നു. അവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഇല്ലാതെ വരും കാലങ്ങളിലും സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. ബുദ്ധിക്ക് ഒന്നുകൂടി സ്ഥിരത വരുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപമാനം, മാനഹാനി എന്നിവ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അശ്രദ്ധ കാണിച്ചാൽ പോലീസ് പരാതികളും കോടതി കേസുകളൊക്കെ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട്. ഇണയുടെ മരണം നിങ്ങളെ ദുഃഖത്തിലാഴ്ത്താം. ആകാശക്കോട്ടകൾ തകരുന്നത് പോലെ ആശകളും സ്വപ്നങ്ങളും എല്ലാം തകരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറാനും സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നടന്നു കിട്ടാം. രോഗപീഠ ഉണ്ടാവാം. എന്നിരുന്നാലും ധനത്തിനും ധാന്യത്തിനുമൊന്നും ഒരു കുറവ് വരുന്നില്ല. ഭക്ഷ്യവിഷബാധയോ അതിസാരമോ നിമിത്തം മരണഭയം ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.